ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അധികം സമയമെടുക്കാതെ ലോഡ് ഷിഫ്റ്റ് ചെയ്യണം, അറിയാലോ. അതൊക്കെ സെറ്റാണ്. ഹൈവേയിൽ നിന്ന് അകത്തേക്ക് കയറി ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഡ് സിറ്റ് കഴിയുമ്പോൾ ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാം. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ്. ഓക്കേടാ, ശരി. ഓക്കെ, എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വിളിച്ചു പറയാം. ഓക്കെ ഓക്കെ പൃഥ്വി. ഓക്കേടാ, ബൈ. സെയിലെത്തിങ്. അഷി, നിന്നെ ഞാൻ എവിടൊക്കെ നോക്കി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? അത് ഞാൻ പൃഥ്വിയോട് സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ പൃഥ്വിക്ക് ഒരു കോള് വന്ന് ഫോൺ കട്ട് ചെയ്തു. അതിനാണോ നിനക്ക് ടെൻഷൻ? എന്റെ അഷി, പൃഥ്വി വലിയ തിരക്കുള്ള ആളല്ലേ. അപ്പൊ ഇടയ്ക്ക് വേറെ കോള് വരികയും കട്ട് ചെയ്യേണ്ടിയൊക്കെ വരും. അതിനൊക്കെ ടെൻഷൻ ആവുകയും വഴക്കുണ്ടാക്കുകയും ചെയ്താ നശിക്കുന്നത് നിന്റെ ലൈഫായിരിക്കും. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാ കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞത്. നീ ഇത് എന്തറിഞ്ഞിട്ട് അഞ്ജു പറയുന്നേ? അതൊന്നും അല്ല കാര്യം. പിന്നെ നീ കാര്യം പറ. ആ ദുർഗയെ പൃഥ്വിക്ക് നേരത്തെ അറിയാന്ന്. ദുർഗയോ? എങ്ങനെ? കോളേജിൽ വെച്ച് എന്തോ പരിചയം ഉണ്ടായിരുന്നാ പറഞ്ഞേ. കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോഴാ കോള് വന്ന ഫോണ് കട്ട് ചെയ്തേ. അത് വലിയ പ്രശ്നമാവല്ലോ. അതെ, ആ നശിച്ചവൾ എനിക്ക് എന്തെങ്കിലും പാര വെക്കും, അത് ഉറപ്പാ. അത് ശരിയാ. നമ്മളോട് പ്രതികാരം ചെയ്യാൻ ദുർഗ കിട്ടിയ അവസരമല്ലേ. മിക്കവാറും അവൾ അത് യൂസ് ചെയ്യും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതിനു മുൻപ് പൃഥ്വിയും ദുർഗയും തമ്മിൽ ഏത് രീതിയിലുള്ള ബന്ധമാണെന്നും അവർ സുഹൃത്തുക്കളാണോന്നും ഒക്കെ എനിക്ക് അറിയണം. ഡി ദുർഗെ, ഇങ്ങു വന്നേ. എന്താ ഷി? നിനക്ക് പൃഥ്വി അറിയോ? എന്താ മിണ്ടാത്തെ? നിന്നോടല്ലേ ചോദിച്ചേ പൃഥ്വി അറിയോന്ന്? അറിയാം. എന്നിട്ട് ഇത്രയും ദിവസം നീ എന്താ പറയാത്തത്? അത് ഞാൻ ഇപ്പോഴല്ലേ. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ മനസ്സിലിരിപ്പേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ പൃഥ്വിയുടെ വിവാഹം മുടക്കാനല്ലേ നീ ഈ പ്ലാൻ ഇട്ടിരിക്കുന്നേ? അതെ, അത് തന്നെയാ നിന്റെ മനസ്സിലിരിപ്പ്. നിനക്ക് ഇത്രയും നല്ല ആലോചന വന്നതില് ഇവക്ക് നല്ല കുശുമ്പുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കള്ളമൊക്കെ പറഞ്ഞ് ഇവളിത് മുടക്കാൻ നോക്കും. ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേയില്ല. അഷി എന്റെ അനുജത്തിയല്ലേ. നിന്റെ അനുജത്തിയാന്നൊരു പേര് മാത്രം എന്റെ ലൈഫിൽ നെഗറ്റീവ്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ എല്ലാവരുടെ അടുത്തുനിന്നും അത് മറച്ചു വെക്കുന്നതും. ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, നീ എന്തെങ്കിലും സംസാരിച്ച് ഈ വിവാഹം മുടക്കാൻ നോക്കിയാ ഇനി അഷിത ജീവനോടെ ഉണ്ടാവില്ല. അഷി, പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുൻപ് നിന്നെ ഞാൻ കൊന്നിരിക്കും. എനിക്ക് അഷിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒന്ന് സമാധാനത്തോടെ കേൾക്കണം. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നതേ ഈ ജീവിതമാ. അത് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നിനക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ദേഷ്യം മനസ്സിൽ വെച്ച് പറയുക. അഷിയെ ദ്രോഹിക്കരുത്. അങ്ങനെ ചെയ്താ പിന്നെ എന്നേക്കുമായി നിനക്ക് ഈ വീട് നഷ്ടമാവും. ഓർത്തോ? വാ. ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾ വിട്ടു, പൃഥ്വി വിളിച്ചോളൂ. ചെല്ലു. ഓക്കെ സർ.
ഹലോ പൃഥ്വി പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ലോഡ് അയച്ചിട്ടുണ്ട്. ആ ഡ്രൈവറെ മറ്റവനെയും വിശ്വസിക്കാമല്ലോ അല്ലേ? പിന്നെ മുൻപരിചയമില്ലാത്തവരുടെ കയ്യില് സാധനം ഏൽപ്പിച്ചുണ്ടാവുന്ന കോൺസിക്വൻസ് ഞാൻ പറയാതെ തന്നെ പൃഥ്വിക്ക് അറിയാമല്ലോ. ഒരു പേടിയും വേണ്ട, രണ്ടുപേരും എന്റെ ആൾക്കാരാ, അവരെ വിശ്വസിക്കാം. അത് മതി പൃഥ്വി. പൃഥ്വി പറഞ്ഞ എനിക്ക് വിശ്വാസം. ഹ. അതുകൊണ്ടല്ലേ ഇതുപോലൊരു കാര്യത്തിന് ഞാൻ പൃഥ്വിയുടെ സഹായം ചോദിച്ചത്. അതിനെന്താ, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു തന്നിരിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിന് എന്താ അർത്ഥമുള്ളത്? അത് പോയിന്റ്. പിന്നെ നരി, സെറ്റ് കടക്കുന്നതുവരെ അവർക്ക് വരാൻ പറ്റും. സോ ഔട്ടറിൽ നിങ്ങളുടെ ആൾക്കാരുണ്ടാവണം. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. അധികം സമയം എടുക്കാതെ ലോഡ് ഷിഫ്റ്റ് ചെയ്യണം, അറിയാലോ. അതൊക്കെ സെറ്റാണ്. ഹൈവേയിൽ നിന്ന് അകത്തേക്ക് കയറി ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലോഡ് സിറ്റ് കഴിയുമ്പോ ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാം. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ്. ഓക്കേടാ, ശരി. ഓക്കെ. എടാ ഇതെനിക്കൊന്ന് താ, ഞാൻ ഷൂട്ട് ചെയ്ത് തിരിച്ചു തരാം. ഇല്ലടാ, ഞാനത് നശിപ്പിക്കത്തൊന്നും ഇല്ല. എടാ കുറച്ച് അണ്ടർ വാട്ടർ വിഷ്വൽസ് എടുക്കാനാ. എടാ ഇങ്ങനെയൊക്കെ അല്ലടാ യൂസ് ചെയ്ത് പഠിക്കുന്നേ. ഓ നീ നോണയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ ശരി. എന്താ അബി, നിനക്കെന്താ ഒരു വിഷമം പോലെ? ഒന്നുമില്ല ചേച്ചി. അതല്ല, എന്തോ ഉണ്ട്. ഈ കാര്യം പറ. അത് ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഗോപ്രോ ക്യാമറ ചോദിച്ചതാ, പക്ഷെ അവന് തരാൻ പറ്റില്ലാന്ന്. ക്യാമറയോ? അല്ല, നിന്റെ ഫോണിലെ ക്യാമറ ഉണ്ടല്ലോ, അതിലല്ലേ നീ വീഡിയോ എടുക്കുന്നേ? അതല്ല ചേച്ചി, എന്റെ മനസ്സിലൊരു പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഗോപ്രോ ക്യാമറ വേണം, അതിനു വേണ്ടിയാ ചോദിച്ചേ. ഓ, നീ വിഷമിക്കാതെ, നമുക്ക് പതിയെ ഒരെണ്ണം വാങ്ങിക്കാം. പിന്നെ ഇപ്പൊ നടക്കും. ഒന്ന് പോയേ ചേച്ചി. ഏ അബി മോനെ, താൻ പൃഥ്വിയുടെ കാര്യം അശ്വതിയോട് സംസാരിച്ചോ? ഇല്ല, പക്ഷേ അഷി എന്നോട് പൃഥ്വിയെ പരിചയമുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അഷി പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഈ വിവാഹം മുടക്കിയ പിന്നെ അവള് ജീവിച്ചിരിക്കില്ലെന്നാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ എങ്ങനെ അശ്വതിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അറിയില്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അത് വിവാഹം മുടക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്നേ അവരൊക്കെ കരുതൂ. അത് ശരിയാ. തൽക്കാലം ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. താൻ ടെൻഷൻ ആവാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വാ, വണ്ടി കയറ്. ഉം.